ഹായ് എവരി വൺ വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അരുൺ കുമാർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡയറക്ഷൻ സെൻസ് ടെസ്റ്റിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന 80% പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് വളരെ ഒരു മോട്ടിവേഷൻ ആയിരിക്കും അടുത്ത വീഡിയോ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഇഫ് സൗത്ത് ഈസ്റ്റ് ബിക്കം നോർത്ത്. അപ്പം നമുക്ക് ഡയറക്റ്റ് പ്രോബ്ലം സോൾവ് ചെയ്ത് പോവാം, സമയം വേസ്റ്റ് ആക്കണ്ട. ഡയറക്ഷൻ കൊടുക്കാലോ. മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, റൈറ്റ് സൈഡ് എന്താണ് ഈസ്റ്റ്, ലെഫ്റ്റ് സൈഡ് വെസ്റ്റ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? സൗത്ത് ഈസ്റ്റ് ബിക്കം നോർത്ത്. സൗത്ത് ഈസ്റ്റ് എന്തായി? നോർത്തായി. നമുക്കത് വേറൊരു കളറിൽ കൊടുക്കാം, ബ്ലാക്കിൽ കൊടുക്കാം അല്ലേ. ഇതാണല്ലോ സൗത്ത് ഈസ്റ്റ്. ഇത് നോർത്തായി. ഇത് നോർത്താണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്തായി? സൗത്ത് ആയില്ലേ. ഒറ്റ വരിയിൽ നിന്ന് തന്നെ നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റി. സൗത്ത്. അത് കഴിഞ്ഞിട്ട് എന്താണ് കൊടുത്തിട്ടുള്ളത്? സൗത്ത് ബിക്കം നോർത്ത് ഈസ്റ്റ്. സൗത്ത് എന്തായി? നോർത്ത് ഈസ്റ്റ് ആയി. അന്നേരം ഇവിടെ നോർത്ത് ഉണ്ട്, അന്നേരം ഈസ്റ്റ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വരണം, ഈസ്റ്റ്. അത് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്കിവിടെ തന്നു ക്വസ്റ്റ്യനിൽ. ഇത് ഈസ്റ്റ് ആയിരിക്കും. ഇത് ഈസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? വെസ്റ്റ് അല്ലേ. വെസ്റ്റ്. സൗത്ത് എന്തായി? നോർത്ത് ഈസ്റ്റ് ആയി. അതാണ് ഇവിടെ കൊടുത്തത്. സൗത്ത് ബിക്കം നോർത്ത് ഈസ്റ്റ് ആൻഡ് ഓൾ ദി റെസ്റ്റ് ഡയറക്ഷൻസ് ആർ ചേഞ്ച്ഡ് ഇൻ ദി സെയിം മാനർ. ഇതിന് അക്കോർഡിംഗ് ആയിട്ട് എല്ലാ ഡയറക്ഷനും മാറി. ഇപ്പം നമുക്ക് എല്ലാ ഡയറക്ഷനും കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് വിൽ ബി ദി ഡയറക്ഷൻ ഓഫ് വെസ്റ്റ്? നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് വെസ്റ്റിൻ്റെ ഡയറക്ഷൻ ഏതാണ്. വെസ്റ്റിൻ്റെ ഡയറക്ഷൻ ഏതാണ് ഇവിടെ വരിക? ഇതല്ലേ വെസ്റ്റ്, നമ്മുടെ ആദ്യത്തെ ഒറിജിനൽ വെസ്റ്റ്. അതിൻ്റെ ഡയറക്ഷൻ ഇതിൽ വരുമ്പോൾ എന്താണ്? സൗത്തും ഈസ്റ്റും. സൗത്തിൻ്റെ ഈസ്റ്റിൻ്റെ നടുക്കാണ്, അതുകൊണ്ട് സൗത്ത് ഈസ്റ്റ് വരും. സൗത്ത് ഈസ്റ്റ് ഏത് ഓപ്ഷനാണ് വരുന്നത്? ഓപ്ഷൻ സി അല്ലേ, സൗത്ത് ഈസ്റ്റ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമ്മളൊന്ന് എല്ലാം അറിഞ്ഞിരിക്കണം. നമുക്ക് ഡയറക്ഷനും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇഫ് റഹീം മൂവ്സ് 20 meters ഇൻ ഈസ്റ്റ് ഡയറക്ഷൻ. നമുക്ക് ഡയറക്റ്റ് സോൾവ് ചെയ്ത് പോവാം, വെറുതെ ഇത് നോക്കി വേസ്റ്റ് ആക്കണ്ട. എങ്ങനെ ഓരോ വരി മൊത്തം റീഡ് ചെയ്ത് വേസ്റ്റ് ചെയ്യേണ്ട സമയം. മുകളിൽ എന്താണ്? നോർത്ത്, താഴെ സൗത്ത്, റൈറ്റ് സൈഡ് ഈസ്റ്റ്, ലെഫ്റ്റ് സൈഡ് വെസ്റ്റ്. റഹീം എങ്ങോട്ടേക്കാണ് ആദ്യം പോയത്? ആദ്യം എങ്ങനെയാണ് സഞ്ചരിച്ചത്? റഹീം മൂവ്സ് 20 meters ഇൻ ഈസ്റ്റ് ഡയറക്ഷൻ. 20 മീറ്റർ ഈസ്റ്റിലേക്ക് പോയി. 20 മീറ്റർ ഈസ്റ്റ്. അത് കഴിഞ്ഞിട്ട് എന്താണ്? ആൻഡ് ദെൻ ടേൺസ് ടു ഹീസ് ലെഫ്റ്റ് ആൻഡ് ദെൻ മൂവ്സ് 50 meters. 15 meters അങ്ങോട്ട് സഞ്ചരിച്ചു? ലെഫ്റ്റിലേക്കല്ലേ. ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തു. അതായത് റഹീം ഇപ്പം ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്ത് വെക്കുക. ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് എവിടെയാണ് വരിക? മുകളിൽ വരും, റൈറ്റ് താഴെ വരും. അന്നേരം ലെഫ്റ്റിലേക്ക് എത്ര പോയി? 15 പോയില്ലേ. 15 മീറ്റർ സഞ്ചരിച്ചു, അതായി. അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ് കൊടുത്തിട്ടുള്ളത്? ദെൻ ഹീ ടേൺസ് ടു ഹീസ് റൈറ്റ് ആൻഡ് മൂവ്സ് 25 meters. അത് കഴിഞ്ഞിട്ട് ഇപ്പം നോർത്തിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിലാവും, ലെഫ്റ്റ് സൈഡിലാവും. എങ്ങോട്ടൊക്കെ പോയ? റൈറ്റ് സൈഡിലേക്ക് 25 മീറ്റർ പിന്നെ പോയി. 25 മീറ്റർ റൈറ്റ് സൈഡ്. ആഫ്റ്റർ ദീസ് ഹീ ടേൺസ് ടു ഹീസ് റൈറ്റ് ആൻഡ് മൂവ്സ് 50 meters. 15 meters അങ്ങോട്ട് പോയി, പിന്നെ റൈറ്റിലേക്ക് പോയി. ഇപ്പം എങ്ങോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്ന റഹീം? ഈസ്റ്റിലേക്കല്ലേ. അന്നേരം നമ്മളിവിടെ ആദ്യം ചെയ്ത പോലെ തന്നെ താഴെ റൈറ്റ് സൈഡ് വരും, മുകളിൽ ലെഫ്റ്റ് സൈഡ് വരും. 15 meters അങ്ങോട്ടാണ് പോയ? റൈറ്റ് സൈഡിലേക്ക് 15.
അപ്പം നമുക്കെന്താ ഒരു കാര്യം മനസ്സിലാക്കാലോ. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത അതേ നേർരേഖയിലാണ് ഇപ്പോൾ എൻഡ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ചിത്രം വരയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാകും. 15 മുകളിലേക്ക് പോയി, 25 പോയി കഴിഞ്ഞിട്ട് പിന്നെയും താഴോട്ട് 15 വന്നു. അപ്പോൾ നേരെ സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. നൗ ഹൗ ഫാർ ഈസ് ഹി ഫ്രം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എത്ര ദൂരത്തിലാണ് ഉള്ളതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാം. കാരണം എന്താ, സ്ട്രെയിറ്റ് ലൈനിലാണ് ഉള്ളത് ഇപ്പോൾ. അപ്പോൾ എത്ര ദൂരമാണ് വരിക സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന്? 20 ഇവിടെ ഉണ്ട്, പിന്നെ 25 ഇവിടെ ഉണ്ട്. 20 25 45 മീറ്ററാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. 45 മീറ്റർ എന്ന് പറയുമ്പോൾ ഏതാണ് ഓപ്ഷൻ ഡി ആണ്, 45 മീറ്റർ. അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. മോഹൻ വാസ് ഫേസിങ് ഈസ്റ്റ്. ഫസ്റ്റ് എന്ത് ചെയ്യണം? ഡയറക്ഷൻ മാർക്ക് ചെയ്യാം നമുക്ക്. മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, റൈറ്റ് സൈഡ് ഈസ്റ്റ്, ലെഫ്റ്റ് സൈഡ് വെസ്റ്റ്. മോഹൻ എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്? ഈസ്റ്റിലേക്കല്ലേ? അത് നമുക്ക് വരയ്ക്കാം. ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുവാണ് മോഹൻ. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഹി വാക്ക്ഡ് 4 കിലോമീറ്റർ ഫോർവേഡ്. അതായത് ഈസ്റ്റിലേക്ക് തന്നെ. ഫോർവേഡ് എന്ന് പറയുമ്പോൾ ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഈസ്റ്റിലേക്കല്ല സഞ്ചരിക്കുക. ഈസ്റ്റിലേക്ക് എത്ര സഞ്ചരിച്ചു? 4 കിലോമീറ്റർ അല്ലേ? 4 കിലോമീറ്റർ ഈസ്റ്റിലേക്ക് സഞ്ചരിച്ചു. ഫോർവേഡ് ആൻഡ് ദെൻ ആഫ്റ്റർ ടേണിംഗ് ടു ഹീസ് റൈറ്റ് വാക്ക്ഡ് 3 കിലോമീറ്റർ. അത് കഴിഞ്ഞിട്ട് റൈറ്റിലേക്ക് പോയി. റൈറ്റ് സൈഡ് എവിടെയാ? നമ്മൾ ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്ന പോലെ ഇമാജിൻ ചെയ്താൽ മതി. അന്നേരം താഴോട്ടേക്കല്ല റൈറ്റ് സൈഡ് വരിക. റൈറ്റ് സൈഡിലേക്ക് എത്ര പോയി? റൈറ്റ് 3 കിലോമീറ്റർ അല്ലേ? അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് 3 കിലോമീറ്റർ വരയ്ക്കാം. എഗെയിൻ ഹി ടേൺസ് ടു ഹീസ് റൈറ്റ് ആൻഡ് വാക്ക്ഡ് 4 കിലോമീറ്റർ. അത് കഴിഞ്ഞിട്ട് റൈറ്റിലേക്ക് പോയി. ഇപ്പം സൗത്തിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. അന്നേരം നോർത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പം എങ്ങനെയാണ് വരിക? റൈറ്റ് സൈഡ് ഇവിടെ വരും, ലെഫ്റ്റ് സൈഡ് ഇവിടെ വരും. നോർത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് മിറർ എടുത്താൽ മതി. എന്നിട്ട് എത്ര സഞ്ചരിച്ചു? 4 കിലോമീറ്റർ തന്നെയല്ലേ? ഫോർ കിലോമീറ്റർ. ആഫ്റ്റർ ദീസ് ഹി ടേൺഡ് ബാക്ക്. 4 കിലോമീറ്റർ പോയിട്ട് തിരിച്ചു വന്നു. 4 കിലോമീറ്റർ പോയി, അതേപോലെ തന്നെ തിരിച്ചു വന്നു. പിന്നെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? വിച്ച് ഡയറക്ഷൻ വാസ് ഹി ഫേസിങ് അറ്റ് ദാറ്റ് ടൈം. ഈ സമയത്ത് എങ്ങോട്ടേക്കാണ്? 4 കിലോമീറ്റർ പോയിട്ട് തിരിച്ചു വന്നു, അത്രയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4 കിലോമീറ്റർ എങ്ങോട്ടാണ് പോയത്? വെസ്റ്റിലേക്കാണ് പോയത് ഇവിടെ. അത് തിരിച്ച് നമ്മൾ വെസ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് വന്നു. 4 കിലോമീറ്റർ പിന്നെ തിരിച്ചു വന്നു. അന്നേരം എവിടേക്ക് എത്തുക? ഏതാ ഡയറക്ഷൻ ഫേസ് ചെയ്യുന്ന? ഈസ്റ്റ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ എത്രയാണ്? ഓപ്ഷൻ എ, ഈസ്റ്റ്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. എ സൈക്ലിസ്റ്റ് ഗോസ് 30 കിലോമീറ്റർ ടു നോർത്ത്. ഫസ്റ്റ് എന്ത് ചെയ്യണം? ഡയറക്ഷൻ വരയ്ക്കണം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റത്തത് 30 കിലോമീറ്റർ നോർത്തിലേക്ക് പോയി എന്നല്ലേ സൈക്ലിസ്റ്റ്? അപ്പം നമുക്ക് 30 കിലോമീറ്റർ നോർത്തിലേക്ക് വരയ്ക്കാം. 30 കിലോമീറ്റർ നോർത്തിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് എന്തായി? ദെൻ ടേണിംഗ് ടു ഈസ്റ്റ് ഹി ഗോസ് 40 കിലോമീറ്റർ. അത് കഴിഞ്ഞിട്ട് 40 കിലോമീറ്റർ ഈസ്റ്റിലേക്ക് പോയി. 40 കിലോമീറ്റർ ഈസ്റ്റിലേക്ക് പോയി. അഗെയിൻ ഹി ടേൺസ് ടു ഹിസ് റൈറ്റ് ആൻഡ് ഗോസ് 20 കിലോമീറ്റർ. ഈസ്റ്റിലേക്ക് 40 കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ട് റൈറ്റിലേക്ക് പോയി. ഇപ്പോൾ ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ റൈറ്റ് എവിടെ വരിക? താഴെയല്ലേ വരിക? റൈറ്റിലേക്ക് എത്രയാണ് പോയത്? 20 കിലോമീറ്റർ. അപ്പം 20 കിലോമീറ്റർ. 20 നമ്മൾ അങ്ങനെ കൊടുക്കരുത്. കാരണം എന്താ? 30 ഇവിടെ കൊടുത്തല്ലോ.
30 ഒരു 10 കുറച്ചിട്ട് നമ്മൾ കൊടുക്കണം. 20 കിലോമീറ്റർ ഏകദേശം ഓക്കെ. നമുക്കിവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊടുക്കാം. ഇപ്പോൾ 20 കിലോമീറ്റർ പോയല്ലോ റൈറ്റ് സൈഡിലേക്ക്. ആഫ്റ്റർ ദീസ് ഹീ ടേൺസ് ടു ഹീസ് റൈറ്റ് ആൻഡ് ഗോസ് 40 കിലോമീറ്റർ. അത് കഴിഞ്ഞിട്ട് റൈറ്റിലേക്ക് പോയി. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്? സൗത്തിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. അപ്പം നോർത്തിൽ നമ്മൾ നോർത്തിലേക്ക് നിൽക്കുന്ന പോലെ ഇമാജിൻ ചെയ്തിട്ട് റൈറ്റ് സൈഡ് ഇവിടെയും ലെഫ്റ്റ് സൈഡ് ഇവിടെയും വരും. അന്നേരം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റൈറ്റ് സൈഡ് ഇവിടെ വരും, ലെഫ്റ്റ് സൈഡ് ഇവിടെ വരും. എന്നിട്ട് റൈറ്റിലേക്ക് എത്രയാണ് പോയത്? 40 കിലോമീറ്റർ തന്നെ പോയി. അപ്പം 40 കിലോമീറ്റർ തന്നെ പോകുമെന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ എത്തി. ഇവിടെയാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. അതിന്ന് എത്ര മാറിയിട്ട് 30 അല്ലേ ടോട്ടല്. 20 സഞ്ചരിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അന്നേരം ഈ ബാക്കിയുള്ളത് 10 ഉണ്ടാവും. 30 20 പോയ 10 അല്ലേ. ഈ പോയിന്റിലാണ് വന്ന് നിൽക്കുന്നത്. ഹൗ ഫാർ ഈസ് ഫ്രം ഹിസ് സ്റ്റാർട്ടിംഗ് പോയിന്റ്? സ്റ്റാർട്ടിംഗ് പോയിന്റിന് എത്ര ദൂരത്തിലുള്ളത്? 10 കിലോമീറ്റർ ദൂരത്തിലല്ലേ ഉള്ളത്. 10 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ഈ ക്വസ്റ്റ്യൻ്റെ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.